ഒരു മൂലക്കുരിൽ സലാം വന്നിട്ടുണ്ട് കേട്ടോ. എന്താ പറയുന്നത് കേട്ടോ സഹോദരന്മാരെ, UDF സർക്കാർ വന്നതിന് ശേഷം പൂക്കി മുഖ്യമന്ത്രിയായതിനു ശേഷം ന്യായീകരിച്ച് മടുത്ത് തളർന്നുപോയ ഒരു വിഭാഗമുണ്ട്. അവരാണ് മുസ്ലിം ലീഗുകാർ. മുസ്ലിം ലീഗുകാർ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂലക്കുരു വന്ന പോലെയാ. ഈ മൂലക്കുരു വന്നു കഴിഞ്ഞാൽ ഈ ഉള്ളിലത്തെ വേദന ഉണ്ട്, ധാരാളം പറയാൻ വേണ്ടി പറ്റുമോ? പറയാനും പറ്റൂല. അതേപോലത്തെ അവസ്ഥയാണ് ഇപ്പൊ മുസ്ലിം ലീഗുകാരെ. എന്നിട്ടും അവർ ന്യായീകരിക്കാൻ വേണ്ടിയിരുന്നു. ന്യായീകരണത്തിന് ഒരു കുറവുമില്ല. PM ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയം വന്ന സമയത്ത് എന്തൊരു ന്യായീകരണമായിട്ടാണ് അവർ വന്നേ. അത് ന്യായീകരിച്ച് മടുത്ത് അവശനായി നിൽക്കുന്ന സമയത്താണ് എന്ത് വരുന്നത്? വഖഫ് ബോർഡിൽ BJP സർക്കാർ പറയുന്നത് വഖഫ് ബോർഡിൽ എന്ത് ചെയ്യണോ, 2 അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നു. ഉടനെ പൂക്കി സർക്കാർ എന്ത് ചെയ്ത് കോടതിയിൽ പറഞ്ഞു അത് നമുക്ക് അഭിപ്രായ വ്യത്യാസമേ ഇല്ല, നമ്മൾ 2 അല്ല 3 വേണമെങ്കിൽ എന്ത് ചെയ്യൂ ഉൾപ്പെടുത്താന്ന് പറഞ്ഞു. അതിനെയും എന്ത് ചെയ്ത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ വന്നിട്ട് ന്യായീകരിക്കാൻ വേണ്ടി തുടങ്ങി. നമ്മുടെ നാട്ടുംപുറങ്ങളിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിലല്ലോ ന്യായീകരിച്ച് മടുത്ത അവശനാല. അത് കഴിഞ്ഞ് അതിങ്ങനെ ന്യായീകരിച്ചു കൊണ്ടേ ഇരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, DGP ആയിട്ട് ശ്രീജിത്തിനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുന്നു. അത് വരുമ്പോ അതിനെയും ന്യായീകരിച്ച്, അതെല്ലാം ന്യായീകരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോന്ന് എന്ന് നമ്മളെ പൂക്കി ഹെലികോപ്റ്ററിൽ അമ്മായി അച്ഛനെ കാണാനൊരു പോക്ക്. വല്ലാത്തൊരു ജാതി തന്നെ അല്ലേ. ഇതെല്ലാം ന്യായീകരിക്കാൻ എന്തൊരു തൊലിക്കട്ടിയാന്നറിയാം ഈ മുസ്ലിം ലീഗുകാരുടെ അവസ്ഥ. അവരിങ്ങനെ ന്യായീകരിക്കൽ തന്നെ പേടി, അവർ ന്യായീകരിക്കാണ്ട് നിൽക്കുക അല്ലേ. ഇങ്ങനത്തെ ഒരു കോമ് വേറെ ഒരു ദുനിയാവിൽ വേറെ ആർക്കും ഉണ്ടാവുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. എല്ലാ വിഷയത്തിലും ന്യായീകരിക്കാൻ ഇവര് മാത്രം. എന്നിട്ടാ അത് മാത്രല്ല, ഇവരിങ്ങനെ ന്യായീകരിക്കൂ. എന്നിട്ട് എന്തായാലും മൂലക്കുരു വന്നിട്ടുണ്ട് എന്തായാലും മനസ്സിലായി. സോറി കേട്ടോ, അതിന്റെ പ്രതിവിധി എന്താണെന്നുള്ളത് നമുക്ക് പറഞ്ഞുതരാൻ കഴിയില്ല എന്താണെന്നുള്ളത്. സഹിക്കുക, അല്ലാതെ മാർഗങ്ങളൊന്നുമില്ല. എന്തായാലും ഹോസ്പിറ്റലിൽ പോയാണ്ടൊക്കെ ചികിത്സിക്കാൻ നോക്കിയല്ല എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ എന്താ പറയുക, മുസ്ലിം ലീഗുകാരൊക്കെ ന്യായീകരിക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞത്. മുസ്ലിം ലീഗുകാർ എന്ന് പറഞ്ഞാൽ അടിമകളല്ല. ഒന്നാമത് തന്നെ നിങ്ങളെ പോലത്തെ സഖാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളെ പാർട്ടിക്കാർ പറയണടാ അത് മറ്റേത് ഒളിപ്പിച്ചിട്ട് അത് പോയി തിന്നിടാ അമൃതാണ് പറഞ്ഞാൽ നിങ്ങളത് തിന്നും. കാരണം വേറൊന്നും ചിന്തിക്കാനല്ലോ, ധിക്കരിക്കാനുള്ള കഴിവും നിൽക്കില്ല. അതിലെ ഗഡ്സും ഇല്ല. അങ്ങനത്തെ ആൾക്കാരാണ് അടിമ കമ്മികൾ എന്ന് ഞങ്ങൾ പറയുന്നത്. മുസ്ലിം ലീഗുകാർ എന്ന് പറഞ്ഞാൽ ആരെ മുമ്പിലും ഒന്നും നമ്മൾ സ്വന്തം പാർട്ടിക്കാരാണെന്ന് തെറ്റിയിരിക്കുന്നുണ്ട്. അത് തുറന്നു പറയണം. അതാണ് ഞങ്ങള് ഗഡ്സ് എന്ന് പറയുന്നത്. അത് അതിന് നിങ്ങൾ ന്യായീകരിക്കുക എന്ന് പറയാം. ചിലപ്പോൾ ഞങ്ങളെ പാർട്ടിക്കാർ തന്നെ ഞങ്ങൾ പറയും തെറ്റുകൾ കണ്ടാൽ അങ്ങനെയാണെന്നുള്ളത്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് അടിമകൾ എന്ന് പറഞ്ഞാല് എന്ന് ന്യായീകരിച്ച് ഇങ്ങനെ നടക്കാല്ല യോഗം ഉള്ളും നിൽക്കുന്നില്ല. പിന്നെ എന്താ പിണറായി മറ്റേ നമ്മളെ VD സതീശന് ഹെലികോപ്റ്റർ തന്നത്. ഹെലികോപ്റ്ററിൽ അമ്മയച്ഛനെ കാണാൻ പോയി നിങ്ങൾ പറഞ്ഞിട്ടാക്കിയതല്ലേ. ഔദ്യോഗിക പരിപാടിക്കാ പോയിട്ടില്ല. നമ്മളെ മുഖ്യമന്ത്രി പോയത് പാർട്ടി സമ്മേളനത്തിനും ഇതിനും അല്ല, പാർട്ടി മീറ്റിങ്ങിനല്ല പോയിട്ടുണ്ടായിരുന്നത്. മുപ്പത് അതിനൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ എന്താ പറഞ്ഞത്, പക്ക വിഷയത്തിൽ മുസ്ലിങ്ങളെ നിയമിക്കാന്നുള്ളത് BJPക്കാർ ഇപ്പോൾ ഇത് കൊടുത്തില് സപ്പോർട്ട് 3 കൊടുക്കുക, 2 അല്ല 3 കൊടുക്കുക സതീശൻ പറഞ്ഞു. എടാ കമ്മിയേ, എന്നോട് എന്താന്ന് വെച്ചാല് നമുക്ക് പറയലെന്ന് വെച്ചാല് ആദ്യം മറ്റേ നിങ്ങളെ സർക്കാർ ഇത് കൊടുത്തതൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് പഠിക്ക്. എന്തായാലും കൊടുത്തിരുന്ന എഴുതി കൊടുത്തിരുന്ന ആരാന്നല്ലോ, ഇപ്പൊ നാളെ അംശം ഒന്ന് പറഞ്ഞെന്താന്നുള്ളതൊക്കെ ഒന്ന് കേട്ട് മനസ്സിലാക്ക്. മുസ്ലിമുകളെ നിയമിക്കാന്നുള്ളതൊക്കെ ആരെയെന്നു മറ്റേ ഇത് കൊടുത്തതും ഇതാക്കിയതെന്നൊക്കെ ഒക്കെ നീട്ടിക്കൊണ്ടുപോയിക്കാണ്ടൊക്കെ UDFന്റെ തലയിൽ ഇടാനുള്ള കുതന്ത്രങ്ങളായിരുന്നല്ലേ. അതൊക്കെ ഇവിടെ പൊളിച്ചെടുക്കും. അതിന് നിങ്ങൾ ന്യായീകരണം മറ്റേ മുസ്ലിം ലീഗ് ന്യായീകരിക്കാൻ ഞങ്ങൾ ന്യായീകരണങ്ങളെ ന്യായീകരിക്കുന്ന ആളുകൾ തന്നെയാണ്. ഞങ്ങൾക്ക് അതിനൊരു മടിയൊന്നുമില്ല. ഞങ്ങളെ പാർട്ടിനെ തന്നെ പറയും സൂക്ഷിക്കണം എന്നില്ല. കാരണം 10 കൊല്ലം ഭരിച്ചു പോയത് ഇപ്പുറത്തുള്ള പക്ക ഫ്രോഡുകളാണ്. ഓല് പല ചതികളോടെ ഒരുക്കി വെച്ചിട്ടുണ്ടോ. മുമ്പത്തെ ഇതിൽ പക്ക ഫ്രോഡുകളാണ് ഭരിച്ചു പോയിട്ടുള്ളത്. അപ്പോൾ പല ചതികളും പോലും ചെയ്തു വെച്ചിട്ടുണ്ടാവും. അതൊക്കെ സൂക്ഷിക്കണം എന്ന് ഞങ്ങൾ പറയുന്നത്. ഓർമ്മപ്പെടുത്താൻ ഞങ്ങളെ പാർട്ടിനെ തന്നെ ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങൾ ഒരു പറയുന്നത് കേട്ടിട്ട് അങ്ങനെ നിൽക്കുക. 10 കൊല്ലം നിങ്ങൾക്കൊന്നും ഒരു തൊള്ളിയിലെടുത്തും ഉണ്ടായിരുന്നില്ലല്ലോ, ഒരു നാവും പൊങ്ങിയിരുന്നില്ലല്ലോ. പൊങ്ങിയതാണ് അറുക്കും നിങ്ങളെ പാർട്ടിക്കാരനെ. ഇനി ഇരുന്ന് അങ്ങനെ മോങ്ങിക്കോളി 5 കൊല്ലം നിങ്ങളെ കാലം അങ്ങനെ കഴിയുമെന്ന്